എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർക്കും വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചാള മുളകിട്ട കറിയാണ്. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അടുത്ത തവണയും ചാള വാങ്ങുമ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കൂ. അത്രയ്ക്കും രുചിയാണ്. ചൂട് ചോറിലേക്ക് കുറുകിയ ചാറോടുകൂടി മീൻകറി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. ചാളയ്ക്ക് നിറയെ മുട്ടയുള്ളത് കൊണ്ട് ഈ ഒരു പാചക രീതിയിൽ കറിയുടെ സ്വാദും കൂടുന്നുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മുട്ട ചാളക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ചാള മുളകിട്ട കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചാളയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് മുട്ടയുള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ വയറ് ഭാഗമൊന്നും ഉള്ളിൽ നിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതുപോലൊരു വലിയ തക്കാളി എണ്ണയിലേക്ക് ചേർക്കാം. തക്കാളി ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 15 കൊച്ചുള്ളി ചേർക്കാം. ഇതെല്ലാം നല്ലോണം തന്നെ ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി വാടിക്കിട്ടണം, അതുപോലെ ഉള്ളിയും വാടിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റണം. നമ്മൾ ഈ വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിയും തക്കാളിയും കൂടെ നമുക്ക് ചൂടാറിയിട്ട് അരച്ചുകൂടെ വെക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റി കോരിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ ഒരു മിക്സർ ജാറിലിട്ട് കൊടുത്ത് അരച്ചും കൂടി എടുക്കാം. ഉള്ളിയും തക്കാളിയും വഴറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു നുള്ള് കടുക് ചേർക്കാം. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ കൂടെ ചേർക്കാം. കടുകും ഉലുവയും പൊട്ടി വരട്ടെ. ഇവയൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇവ ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇവിടെ തന്നെ കറിവേപ്പില ചേർക്കാം. 2 വറ്റൽമുളക് കൂടെ നമുക്കിതുപോലെ ഒടിച്ച് ചേർക്കാം. വീണ്ടും ഇതെല്ലാം നല്ലോണം വഴറ്റാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. വഴറ്റുന്ന ചേരുവകൾ മൂപ്പായി വന്നാൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും, 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, സ്പൂൺ എന്ന് പറഞ്ഞാൽ 10 മില്ലിഗ്രാം ആണ്, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 15 മില്ലിഗ്രാം ആണ്, ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 5 മില്ലിഗ്രാം ആണ് കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മുരിയിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ പൊടികൾ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. പൊടികളൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളി ഉള്ളി പേസ്റ്റ് ചേർക്കാം. ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പേസ്റ്റ് കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം കൂട്ടി വെച്ച് വഴറ്റി കൊടുക്കാം. കറി തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കറിയിലേക്ക് ആവശ്യമായ പുളി വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് പുളിയാണോ കറിയിലേക്ക് ചേർക്കാൻ താല്പര്യം അതിനനുസരിച്ചിട്ട് പുളി ചേർക്കാവുന്നതാണ്. ഞാനിന്ന് പിഴുപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്ത് എണ്ണ തെളിയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. അരപ്പൊക്കെ നല്ലതുപോലെ വഴണ്ട് പാകമായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണ് അരച്ച് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അരപ്പ് വഴണ്ട് കിട്ടിയാൽ മാത്രം മതിയാകും. ഞാനിവിടെ കറിയുടെ പുളിക്കായിട്ടുള്ള പിഴുപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പിഴുപുളി നമുക്ക് നല്ലോണം പിഴിഞ്ഞ് കറിയിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ല കുറുകിയ ഗ്രേവിയിലാണ് കറി നമുക്കിവിടെ തയ്യാറാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ചാറിനനുസരിച്ചിട്ടുള്ള വെള്ളം കറിയിലേക്ക് ചേർക്കാം. ഇനി കറി നല്ലോണം തിളച്ച് വരട്ടെ. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിഴുപുളി ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരുപാട് നേരമൊന്നും ഈ ഒരു ചാറ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നമുക്കുടൻ തന്നെ മീൻ ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ നമുക്ക് കറി തിളപ്പിച്ചെടുക്കാം. കറി ഇപ്പോൾ നല്ലോണം തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. മീൻ കഷ്ണങ്ങളൊക്കെ വേവാനായിട്ട് ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലേക്ക് ഫ്ലെയിം മാറ്റിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ 2 മിനിറ്റ് നേരം ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുത്ത കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോഴും നമ്മുടെ കറിയിൽ അത്യാവശ്യം നല്ല ചാറോടുകൂടി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരുപാട് നേരമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. നമുക്ക് ഈ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒരു താളിപ്പ് കൂടെ ചേർക്കണം. ഇപ്പോഴും നല്ല കുറുകിയ ഗ്രേവിയിലാണ് കറി കിട്ടിയത്.
കിട്ടിയിട്ടുള്ളത്. മീനൊന്നും അധികമൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. ഈ കറിയുടെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഒന്നുകൂടെ കുറുകി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ലൂസാക്കിയിട്ട് വേണം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കടുക് ചേർക്കാം. നമ്മൾ നേരത്തെ കുറച്ച് കടുക് ചേർത്തിട്ടുണ്ട്, എങ്കിലും കുറച്ച് കടുക് കൂടെ ചേർക്കുന്നുണ്ട്. 2-3 ഉലുവ കൂടെ ചേർക്കാം. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞളവിൽ ചേർത്താൽ മതിയാകും. കടുകും ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് താളിപ്പ് കറിയിലേക്ക് ചേർക്കാം. താളിപ്പം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂടി വെച്ച് കൊടുക്കാം. താളിപ്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചാള മുളകിട്ട കറി ഇവിടെ റെഡിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുമ്പോൾ കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് കണ്ട ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം. നമ്മുടെ ചില പോർഷൻസിലൊക്കെ തുരുമ്പുകയറി വരുന്ന മീനുണ്ടോ. ഇതുവരെ ഇതിൽ കോട്ടിങ്ങൊന്നും ചെയ്തിട്ടില്ല, ഫ്രഷാണ്. സൈലൻസർ, ഫ്രണ്ടിലത്തെ ആമൊക്കെ ഇതിലാണ് ഫുള്ള് വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. സസ്പെൻഷൻ്റെ ആമും